പ്രവാസലോകത്തെ വാർത്തകൾ. ഒമാനിൽ ID കാർഡിന്റെയും ഡ്രൈവിംഗ് ലൈസൻസിന്റെയും ഡിജിറ്റൽ പതിപ്പുകൾക്ക് അംഗീകാരം. റോയൽ ഒമാൻ പോലീസാണ് ഇക്കാര്യം അറിയിച്ചത്. പോലീസ് അടക്കമുള്ള സർക്കാർ സേവനങ്ങൾക്ക് ഫിസിക്കൽ കാർഡുകൾ ഇല്ലെങ്കിൽ ഡിജിറ്റൽ ID സമർപ്പിച്ചാൽ മതിയാകും. റോയൽ ഒമാൻ പോലീസിന്റെ ആപ്പ് വഴി ഈ സേവനങ്ങൾ ലഭ്യമാകും. മനുഷ്യക്കടത്ത് റിപ്പോർട്ടിംഗ് സേവനം, സാമ്പത്തിക ഇടപാടുകളിൽ ഐഡന്റിറ്റി പരിശോധിക്കാനുള്ള ഡിജിറ്റൽ ഐഡന്റിറ്റി, ഇലക്ട്രിസിറ്റി മീറ്റർ നമ്പർ അപ്ഡേറ്റ് ചെയ്യൽ, ജനന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ഇൻവെസ്റ്റർ കാർഡ്, തൊഴിലാളികളുടെ ഡാറ്റ തുടങ്ങി ഒട്ടേറെ സേവനങ്ങൾ ഡിജിറ്റലായി ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഡൊണാൾഡ് ട്രംപ് ലണ്ടനിലെത്തി. വ്യാഴാഴ്ച UK പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തും. 2 ദിവസത്തെ UK സന്ദർശനത്തിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പത്നി മെലാനിയയും ലണ്ടനിലെത്തി. ഇന്ന് വിൻസ്റ്റർ കാസിൽ ചാൾസ് രാജാവും രാജ്ഞി കാമിലയുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായും ചർച്ച നടത്തും. ട്രംപിന്റെ സന്ദർശനത്തിനെതിരെ പ്രതിഷേധങ്ങളും രാജ്യവ്യാപകമായി നടക്കുന്നുണ്ട്. ട്രംപിന്റെ ബ്രിട്ടനിലെ 2ാമത്തെ ഔദ്യോഗിക സന്ദർശനമാണിത്. 2019 അദ്ദേഹത്തിന്റെ ആദ്യ ഔദ്യോഗിക സന്ദർശനം. ചാൾസ് മൂന്നാമൻ രാജാവിന്റെ ക്ഷണം സ്വീകരിച്ചാണ് ട്രംപ് എത്തിയിരിക്കുന്നത്. വിൻസ്റ്റർ കാസിൽ ട്രംപും പത്നി മെലാനിയയ്ക്കും രാജകീയ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. എയർഫോഴ്സ് 1 സ്റ്റാൻസ്റ്റഡ് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത ട്രംപിനെ UKയിലെ US അംബാസഡർ വാറൻ സ്റ്റീഫൻസും രാജാവിന്റെ ലോർഡ് ഇൻ വെയിറ്റിംഗ് വിസ്കൗണ്ട് ഹെൻറി ഹുഡും ചേർന്ന് സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഖത്തറിൽ ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ്ജ പ്ലാന്റ് വരുന്നു. സാംസങ്ങുമായി നിർമ്മാണ കരാറിൽ ഒപ്പിട്ട് ഖത്തർ എനർജി. സാംസങ് C&Tയുടെ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ഗ്രൂപ്പുമായി സൗരോർജ്ജ പ്ലാന്റ് കരാറിൽ ഒപ്പിട്ട് ഖത്തർ എനർജി. തലസ്ഥാന നഗരിയായ ദോഹയിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ദുഖാനിലാണ് സൗരോർജ്ജ നിലയം നിർമ്മിക്കുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ്ജ നിലയങ്ങളിലൊന്നായിരിക്കും ദുഖാൻ പ്ലാന്റ്. രാജ്യത്തിന്റെ പുനരുപയോഗ ഊർജ്ജ ലക്ഷ്യങ്ങളിൽ ഗണ്യമായ സംഭാവനയും നൽകും. ദോഹയിലെ ഖത്തർ എനർജി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഖത്തർ ഊർജ്ജകാര്യ സഹമന്ത്രിയും ഖത്തർ എനർജി പ്രസിഡന്റും സിഇഒയുമായ സാദ് ഷെരീദ അൽ കാബിയും സാംസങ് C&T പ്രസിഡന്റും സിഇഒയുമായ നെച്ചുലോയും പദ്ധതിക്കായി കരാറിൽ ഒപ്പുവെച്ചു. 2 ഘട്ടങ്ങളിലായിരിക്കും ദുഖാൻ സോളാർ പവർ പ്ലാന്റ് പദ്ധതി വികസിപ്പിക്കുക. 2028 അവസാനത്തോടെ കഹ്റാമ ഗ്രിഡിലേക്ക് 1000 മെഗാവാട്ട് വൈദ്യുതി അയച്ചുകൊണ്ട് ദുഖാൻ സോളാർ പവർ പ്ലാന്റ് ഉൽപാദനത്തിന്റെ ആദ്യഘട്ടം ആരംഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.